സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനാണ്. ഊട്ടിയോട് അടുത്ത് തന്നെയുള്ള ഊട്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലൗഡെയിൽ നിന്ന് KT എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മീറ്റർ ഗേജ് റെയിൽവേ സിസ്റ്റം, അതായത് സേലം സദേൺ റീജിയന്റെ അണ്ടറിൽ വരുന്ന ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് മലയാളം സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകതകളും ആ മീറ്റർ ഗേജ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളും ഊട്ടി സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത് ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് ബുക്ക് ചെയ്യണം, ലൗഡെയിൽ നിന്ന് ബുക്കിംഗ് ഇല്ല. ഊട്ടിയിൽ നിന്ന് ബുക്ക് ചെയ്ത് റൗണ്ട് ദ ട്രിപ്പ് പോയി തിരിച്ച് ഊട്ടിയിൽ വരാം. ലൗഡെയിൽ നിന്ന് കയറാൻ വേണമെന്നുണ്ടെങ്കിൽ IRCTC വഴി ബുക്ക് ചെയ്യാനായിട്ട് ഊട്ടിയിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ കാണിക്കത്തില്ല. ഇത് ഓൺലൈൻ തന്നെ വഴി ബുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ, 3-4 ട്രെയിൻസേ ഒരു ദിവസത്തിലുള്ളൂ. സോ ഇതൊരു റിയൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഫോട്ടോഷൂട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ദ ബെസ്റ്റ് പ്ലേസ് ആണ്. ഊട്ടി സന്ദർശിക്കുന്നവർ എന്തായാലും ഈ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കൂടാതെ ഈ മീറ്റർ ഗേജ് സിസ്റ്റത്തിൽ ഒരു ട്രെയിൻ എവറിഡേ മേട്ടുപ്പാളയത്ത് നിന്ന് KT വരെ ഉണ്ട്. അതുപോലെ ആ ട്രെയിനിലും നിങ്ങൾക്ക് വരാം. മേട്ടുപ്പാളയത്ത് പക്ഷെ ഇവിടെ എത്താനായിട്ട് 5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. ഇതിന്റെ വിഷ്വൽസിലൂടെ നമുക്കൊന്ന് പോകാം. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് KT എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കല്ല, അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ഇവിടെ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. അതിൻ്റെ ഒരു റെയിൽവേ ഗേറ്റ് ആണ്. റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോകും. ഇപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും. തിരിച്ച് റൗണ്ട് ദ ട്രിപ്പ് ഊട്ടിയിലേക്ക് തന്നെ പോകും. ആളുകളെല്ലാം ഇറങ്ങി ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇവിടെ ഇരിക്കാനും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ സെഷന് വേണ്ടി. ബെഞ്ചസും നല്ല ഭംഗിയാണ് കാണാൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോക്കിയേ, ഇതുണ്ടോ ട്രെയിനിന്റെ ഒരു ജസ്റ്റ് മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്കൂളാണ് ഇതിന്റെ ബാക്കിൽ. പക്ഷെ മരങ്ങളൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. ഇത് ഫുൾ യൂക്കാലിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഇതുപോലെ ബെഞ്ചസും ഇത് ഉണ്ടാവും. ഇങ്ങനെയുള്ള ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞ ഒരു ട്രീ ആണ്. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വെട്ടി നിർത്തി ഭംഗിയായിട്ട് അങ്ങോട്ട് നോക്കി ഭയങ്കര ആംബിയൻസ് ആണ്. ഇതിന്റെ ബാക്കിലൊക്കെ പൈൻ ട്രീസും യൂക്കാലി ട്രീസും ഒക്കെയാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കാണാൻ. ട്രെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്തും. അപ്പൊ നിർത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഇറങ്ങാം. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ ട്രെയിനിൽ വന്നിരിക്കുന്നവര് ഒട്ടുമിക്ക ആൾക്കാരും അവിടെ ഇറങ്ങി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തി അവര് ട്രെയിനിൽ നിന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമല്ലോ, അതൊക്കെ ഇവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ട്രെയിനിന്റെ ഇത് ചേഞ്ച് ചെയ്യാനാണ്, റെയിൽ ചേഞ്ച് ചെയ്യണത്. ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത്. കണ്ടോ?
2 ട്രെയിൻ ഇവിടെ ക്രോസിംഗ് ഉണ്ട്. ഈ ഒരു സ്റ്റേഷനിൽ ക്രോസിംഗ് ഉണ്ട്. ഒരു ട്രെയിൻ അവിടെ നിന്ന് വന്നിരിക്കുന്നു, ഒരു ട്രെയിൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നത് അവിടെ നിർത്തിയിരിക്കുകയാണ്. സോ ജസ്റ്റ് ആളുകൾക്കെല്ലാം ഇറങ്ങി ഈ സ്റ്റേഷൻ ഒന്ന് കാണാനും ഇവിടുത്തെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാനും വേണ്ടി എല്ലാ സ്റ്റേഷൻസിലും ഇതുപോലെ കുറച്ച് സമയം നിർത്തും. ഇതൊരു റിയൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മൊത്തം പ്രേക്ഷകരോട് പറയാണ്, തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സിമിലർ താല്പര്യങ്ങളുള്ള ആളുകൾക്ക്, യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഊട്ടി ട്രെയിനിൻ്റെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്.